അവര് അങ്ങെത്തി പണ്ട് ഒടുക്കത്തെ കാഴ്ച തന്നെ കേട്ടാ. ഞാൻ പൊതിഞ്ഞു പിടിക്കുന്നു. അത് അത്യാവശ്യം പിടിച്ചിരിക്കുന്ന അത് പറഞ്ഞു വന്നിരിക്കേ. ഹലോ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ എങ്ങോട്ടാ പോകുന്നത്? എന്റെ കൈ അടിച്ചടിച്ച്. അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നത്? പൊന്മുടിയിൽ. അപ്പൊ എന്താ പരിപാടി? പൊന്മുടിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ പോയിട്ട് പിന്നെ അതുമല്ല ഇന്ന് നമുക്ക് വേറെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ലുലു ഒന്ന് പോകണം. എന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് നേരെ പൊന്മുടിയിലോട്ട്. അപ്പോൾ ഇന്ന് നേരെ നമ്മൾ ഇതെല്ലാം നമുക്ക് വണ്ടി പോകാം. നമുക്ക് വേറെ വണ്ടിയാണ്. വണ്ടി എടുത്ത് നമുക്ക് പോകണ്ടേ? പോയിട്ട് നമുക്ക് നോക്കാം. ഈ കാറിലോട്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ഈ വണ്ടിയായിരുന്നു ബെറ്റർ. പക്ഷെ ആ വണ്ടി പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി നോക്കാം. വേറെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോയി നോക്കാം. ഓക്കെ. ഈ നാത്തൂനും പെണ്ണിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇഞ്ചിയിട്ട വെള്ളം വയ്യ, രണ്ടിനും വയ്യ. അവരുടെ ബാഗും എടുത്ത് ഞാൻ നേരെ വണ്ടിയിൽ കൊണ്ട് വയ്ക്കാൻ പോവാം. 2 ബാഗും. ഇപ്പോൾ ഈ വണ്ടിയിലല്ല കേട്ടോ നമ്മൾ പോകുന്ന വേറൊരു വണ്ടിയിലാണ്. അപ്പോൾ ആ വണ്ടി ഇല്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴത്തെ നേരെ നമ്മൾ വണ്ടിയിൽ സാധനമെല്ലാം വെച്ച് അത് അടച്ചിട്ടുണ്ട്. അവർ ഒരുങ്ങി ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഒരുങ്ങി ഇറങ്ങിയതിന് ശേഷം നേരെ പോകണം. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് അപ്പോൾ നേരെ അങ്ങോട്ട് പോവാ. നാത്തൂരെത്തി, താത്തുമെത്തി. ഇനിയിപ്പോൾ ഒരാളും കൂടെ എത്താൻ കേട്ടോ. ഒരാളും കൂടെ ഉണ്ട്. അയാളെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അതാണ് ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് നമുക്ക് പിന്നെ കാണിച്ചു കൊടുത്താൽ പോരാ. എന്താണ് നീ ഒന്നും മിണ്ടായിരിക്കുന്ന? നീ ഭയങ്കര മിണ്ടക്കോണല്ലേ? അയ്യോ, പല്ല് മാത്രമുണ്ട്, പാൽപുഞ്ചിരി. ഓ, നമുക്കപ്പോൾ പോയിട്ട് മാറ്റി വന്നു. അടുത്ത യൂണിഫോം എക്സിക്യൂട്ടീവ് അടുത്ത എക്സിക്യൂട്ടീവ് അതായിരിക്കുന്നു. ഇടേ എവിടെ പോകണ്ടേ ഇത്? ഇത് ചോദിച്ചു പറഞ്ഞിട്ടാണ് അവിടെ ഇട്ടത്. ഇല്ല ഞാൻ പറഞ്ഞില്ല ചേട്ടാ. ഇത് നമ്മൾ പറഞ്ഞില്ല ചേട്ടാ. ഇത് നമ്മൾ പറഞ്ഞില്ല. ഇതെന്താണ് ഇത് ഇട്ടേക്കുന്നവൻ? സമ്മതിക്കൂലെന്ന്. ഇരുന്ന ഇക്ക അപ്പുറത്തിറങ്ങിയിരിക്കാനാ? നീ കേറിയോ? വാ, എന്റെ പൊന്നെ ഇതാരാണ്? വാ, എന്റെ പൊന്നെ. ഏതാണ് എല്ലാരും മാച്ചിങ് കേട്ടാ. ഇവിടെ ഞാൻ ഇതിട്ട് ഞാൻ പറഞ്ഞിട്ടിട്ടല്ലോ ഇതാരും. നമ്മൾ മുന്നേറി പറഞ്ഞിട്ടിട്ടാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു കേട്ടാ. അത് നടക്കൂല. സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. സീരിയസ്ലി നമ്മൾ സംസാരിച്ചില്ല. ഇല്ല നമ്മൾ പറഞ്ഞിട്ടിട്ടല്ല ചേട്ടാ. പറഞ്ഞിട്ടിട്ടല്ല. സീരിയസ്ലി നിന്റെ ഈ നോട്ടം നീ കണ്ടാരും നമ്മൾ പറഞ്ഞിട്ടാണ്. ഞാൻ വിളിച്ചാ നിന്നെ വിളിച്ചിട്ട് ഞാൻ ഇത് വേറെ പിന്നെ എടുത്തിട്ട ഡ്രസ്സാ. ഇത് ഇഷ്ടമല്ലാതെ പിന്നെ എടുത്തിട്ടതാ ഞാൻ ഇത്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യം നോക്കാം. ഒരു സിറ്റിയിൽ നിന്ന് മാറി നാത്തനോടെ പിണങ്ങി വണ്ടി ഇരുത്തിയെന്ന് പറഞ്ഞോട്ട്. ഇല്ല നൗഫിയ പിണങ്ങിയാ നൗഫിയ നീ എന്താ പിണങ്ങിയെന്ത്? നീ എന്താ അവിടെ കയറിയിരിക്കുന്ന? ഓ, ഫ്രണ്ടിൽ ഇരുന്ന് ഭയങ്കര കാഴ്ച. അതാണ് നമ്മളിവിടെ കണ്ടി പിടിച്ചിരുന്നു. നീ അവിടെ ഇരുന്നോ? ഇവിടെ ഇവിടെ നമ്മളിവിടെ ഇങ്ങനെ ഇട്ടായിട്ടിരിക്കും. നീ അവിടെ ഇരുന്നോ? അവന് ഫ്രണ്ട് കയറ്റി. നമ്മൾ പറഞ്ഞിട്ടിട്ടല്ല കേട്ടാ. ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇതേപോലെ തന്നെ എന്താണ്, അതാണ് മനപ്പൊരുത്തം. ഇത് ഭയങ്കര മനപ്പൊരുത്താണ് അല്ലേ റാഫി? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര മനപ്പൊരുത്തല്ലേ? അതാണ് കണ്ണാടി ആണെങ്കിലും ഇതേപോലെ തന്നെ. സത്യം. പിന്നെ സത്യമല്ലേ അത്? പിന്നെ നമ്മളെന്നാ മനപ്പൊരുത്തുമ്പോ നമ്മളെ മനസ്സിൽ വിചാരിച്ചല്ലേ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് മറ്റേ ഡ്രസ് വരെ മാറ്റിയതില്ലേ നമ്മള്? എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇതെടുത്തിട്ടില്ലേ? എന്നിട്ട് വീണ്ടും ഇത് തന്നെ ഇടേണ്ടി വന്നില്ലേ? ഇതാണ് നിനക്ക് ഭയങ്കര അവിടെ വിളിച്ച് വേറെയൊക്കെ പറയുന്നു. അതാണ് പെട്ടെന്ന് മാറ്റി കിട്ടതാണ് കേട്ടാ. ഞാൻ വേറെ ഷർട്ടായിരുന്നു ഉദ്ദേശിച്ചത്, തേച്ചല്ല ഇട്ടിരുന്ന. എന്നിട്ട് വേറെ മാറ്റിയിട്ടത് ഒട്ടും പ്രതീക്ഷ കാര്യമല്ല കേട്ടാ. MBD അയക്കുന്നു. MBD മാമാമാര്. ഞാൻ തലയിൽ ജെല്ലി വെച്ചേക്കോണ്. ജെല്ലി അതൊന്ന് പറ്റിച്ച് റെഡിയാക്കി തരല്ലേ ഇന്ന. ഞാൻ ബേക്കുഷൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കാൻ ബാക്കിൽ കണ്ണൊന്നുമില്ല. ഇങ്ങനെ കാണാൻ ജെല്ലി വെച്ചേക്കോണ് മുടിയില്. നല്ല കാണാൻ പറ്റുവാ? എക്സ്പ്ലോറിംഗ് ഇല്ലല്ലോ. മുടിയൊക്കെ നശിപ്പിക്കുന്നു. എന്താണ് എന്റെ മുടിയൊക്കെ നശിപ്പിക്കുന്നു? ഞാൻ എന്റെ മുടിയൊക്കെ അതേപോലെ നേരെ വെച്ച് പോകുമ്പോഴത്തെ മുടിയൊക്കെ നശിപ്പിക്കുന്നു അല്ലേ? എന്താണ് ആ വെള്ളം? ടാങ്ക് മൂത്രം ഒഴിച്ചാ? ടാങ്ക് മൂത്രം ഒഴിച്ചെന്ന്.
കലങ്ങിയ വെള്ളം പോവാനായിട്ട് കലങ്ങിയ വെള്ളം എങ്ങനെയാണത് പോകുന്നേ? അത് വെളിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നേട്ടാ. വെളിയിലോട്ടല്ലാതെ മുമ്പോട്ട് പോകും. എല്ലാം ഇവിടെ ഇരുന്ന വെള്ളം പോകുന്ന നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാരും വെള്ളം പോകുന്ന നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടാ. നീ എന്തിട്ട് നോക്കിയിരിക്കുന്നു? ഫ്രണ്ടിലോട്ട് നോക്കുന്ന പാട്ട് വെക്ക് പാത്തുവേ, പാട്ട് വെക്കാൻ പാത്തുവേ. നാത്തൂന് എന്താ ഒരു ഉഷാറില്ലല്ലോ നാത്തൂനെ, പറ്റുന്നില്ല ഉഷാറാവൻ നാത്തൂനെ. അതാണ് നാത്തൂന് എങ്ങനെയുണ്ട്? നാത്തൂന് അടിപൊളിയല്ലേ? പിന്നെ നീ ആരി പറയാനായിട്ടത് ഫ്രണ്ടിക്കാരി ഇരുന്നിട്ട് എന്തോന്ന് കിട്ടുന്ന മേടിച്ചോളാനാ? ആ ഒന്നും പറ്റത്തൊന്നുമില്ല. അയ്യോ അതാണ് ഫ്രണ്ട് ഫ്രണ്ടോട്ട് നാത്തു വെളിയിലോട്ട് നോക്ക്. ഇല്ലീ പാത്തു അതാണ് നമ്മളിവിടെ കൊള്ളല്ല. ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് പറ്റിയെന്നുള്ള ആരും ചോദിക്കരുത്. പറ്റിപ്പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോ അയ്യോ മുഖം നോക്കട്ടെ, ഇങ്ങോട്ട് കാണിച്ചാണ്. അയ്യോ എന്റെ ഫേവറേറ്റ് സാധനം തൂങ്ങി കിടക്കുന്ന എന്തോ എന്റെ ഫേവറേറ്റ് സാധനം തൂങ്ങി കിടക്കുന്ന കാരക്കല്ല, ഈത്തപ്പഴം. എങ്ങോട്ടല്ലേ ഈ സുമതി വളവ് വരുന്ന ഈ ഒരു ഭാഗത്ത് പൊന്മുടി പോകുന്ന ഇവിടെ? എനിക്ക് ഇതാണ് ഇനിയിപ്പോ സുമതി വളവ്. ഇത് പക്ഷേ അങ്ങനത്തെ കുറെ വളവുകൾ കിടക്കുന്നത്. ഈ വളവുകൾ നമുക്ക് രമണി വളവെന്നാക്കാം. അപ്പൊ ഇതാണ് ഇപ്പൊ രമണി വളവ് കേട്ടാ പത്തു. രാത്രി അതുവഴി വരണം കേട്ടാ. രാത്രി വന്നു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചോണ്ടു. അതെ ഇവിടെ എവിടെയോ കുപ്പി കുറെ ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അറിയാൻ വയ്യ ഏതാണ് വളവെന്ന്. എന്നാലും സുമതിക്ക് വരാൻ പറ്റത്തുള്ളൂ, എന്നാലും സുമതി ഒന്ന് പിടിക്കത്തുള്ളൂ. ഡേ ഡ്യൂട്ടിയാണ് ഇന്ന് സുമതിക്ക്. കണ്ട ആരൊക്കെയോ ഇവിടെ ഉണ്ട് കേട്ടാ. എവിടെയാണെന്ന് നോക്ക്. സുമതി എവിടെയും കാണുന്നുണ്ടോ നോക്കിയേ. ഇല്ല, അതിനകത്ത് സുമതി കാണത്തില്ല. പാത്തു സുമതി കയറി പിടിക്കോ പാത്തു? പിന്നെ പറയാൻ പറ്റത്തില്ല പാത്തു. പിടിക്കോ പാത്തു? കൊച്ചിനെന്താ പറ്റി? അയ്യോ ഞാൻ ബ്ലൂടൂത്ത് ഓഫ് ആയി കേട്ടാ. ഞാൻ ഫോണിൽ സംസാരിക്കണ്ടായിരുന്ന മേടിച്ചു പോയി കേട്ടാ കൊച്ചി. ബ്ലൂടൂത്ത് ഓഫ് പാട്ട് വരെ നിർത്തി. അതാണ് പ്രശ്നം. എന്ത് പറ്റി പാത്തു? അച്ചോ വിഷമിക്കണ്ട, വിഷമിക്കണ്ടെന്ന്. പിന്നെ എന്റെ പെണ്ണുപിള്ളേരുടെ അടുത്ത് എനിക്ക് ഞാൻ എന്തിനാ നാണിക്കുന്ന? എന്റെ പെണ്ണുപിള്ളേരുടെ ഞാൻ നാണിക്കണോ? വേണോ? വേണോ? അതാണ് എന്റെ പെണ്ണുപിള്ളേരുടെ ഞാൻ നാണിക്കണോന്ന് നോക്കിയാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്ത് ചെയ്യാനെന്ന് പറ. കല്യാണം കഴിക്കുന്നത് വരെ പേടിയായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മുത്തം കൊടുക്കുമ്പോഴത്തേക്ക് അതിപ്പോ ഇതേപോലെ നാണമില്ല മാനില്ലാന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോ വേറെ എന്തെങ്കിലും അപ്രൂവൽ എടുക്കണോ ഞാൻ പെണ്ണുപിള്ളിക്ക് മുത്തം തരാനായിട്ട്? അല്ല ഇനി വല്ല അപ്രൂവൽ അങ്ങനെ വേണോ? ഞാൻ എടുക്കാം. അതാണ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ ഈ കൊച്ചിന്റെ അത്. ഉറപ്പാണല്ലേ? എന്നാ ഓക്കെ, എന്നാ പിന്നെ ഒരു മുത്തം തന്നെ. അതാണ് അപ്പൊ കിട്ടി. അപ്പൊ ഇനി പോക്കെ. നാണം വന്നു കൊച്ചിന് നാണം. നമുക്ക് സമയമായിട്ടില്ലാന്ന്. ഓ ഇവിടെ ബാക്കിൽ ഫ്രണ്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇരുന്ന് തക്കടിക്കുന്ന കൊള്ളാല്ല. ഇത് എവിടത്തെ ബസ്സാണ്? അതെ പാലോട് വർക്കല. ഇതൊരു വർക്കല പോവാമോ? അല്ല പാലോട് നേരെ വർക്കല. അല്ല ചോദിക്കണ്ടേ? എടേ 29 ആവട്ടെ.
എനിക്ക് 30 ആയില്ല കേട്ടാ. ഞാൻ 25 വയസ്സ്, 26-ാമത്തെ വയസ്സേട്ടാ. ആ 24 വയസ്സിനൊന്നും എന്നെക്കാട്ടി മൂത്തല്ലേ നീ? എന്നെക്കാട്ടി മൂത്തതാണിത്. മൂക്കി പല്ല് വന്നു നോക്കട്ടെ. ആ പല്ല് കാണിച്ചാ മൂക്കല്ല പല്ല്. അതാണ് ആ വളവെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സുമതിയുടെ വളവെല്ലാം കഴിഞ്ഞു. അവിടെ സുമതി എന്ന് പറയുന്ന പണ്ട് ഒരു പെണ്ണിനെ കൊന്ന് കെട്ടി തൂക്കി. പണ്ട് ഇതേപോലെ തന്നെ സുമതി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ ഗർഭിണിയായിരുന്നു തോന്നുന്നു. ആ ഗർഭിണിയായ പെണ്ണിനെ ഇതേപോലെ തന്നെ ആ വളവിൽ ഗർഭിണിയായ പെൺകുട്ടിയെ ആ വളവിലിട്ടാണ് കൊന്ന്. പണ്ട് അവള് പ്രഗ്നന്റ് ആയോണ്ട് അങ്ങനെ എന്തോ ആണ്. സത്യത്തില് ബാക്കിയുള്ള കഥയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബല്ലേ, കയ്യില് ഫോണല്ലേ ഇരിക്കുന്നേ. ഫോണിൽ ഞെട്ടി കഥയാ. ഓക്കെ, അങ്ങനെ അപ്പോഴത്തേക്ക് യെസ്, സുമതിയുടെ വളവിലൊക്കെ വെച്ചിട്ട് ആരെയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടാ പാത്തു. പറയാൻ പറ്റത്തില്ല കേട്ടാ, സുമതിയുടെ വളവിൽ ആരെയൊക്കെ കയറി പിടിക്കുന്നു. ഇനിയിപ്പോ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാൻ കേട്ടോ. പാത്തുവിനെ ബാക്കി കളഞ്ഞ്. അയ്യോ, ഇനിയിപ്പോ എനിക്ക് നീ ബാക്കി ഇരിക്കാൻ പറ്റൂലല്ലേ. തീർന്നു എന്റെ കാര്യം. സെൽഫി എടുക്കാൻ പിന്നെ ഇങ്ങനെ സെൽഫി എടുക്കാനാട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആടാ, നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങള്. സെൽഫി എടുക്കണോ? ഓക്കെ, നമുക്ക് സെൽഫി എടുക്കാം. പാത്തുനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പാത്തു ഇതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട്. പാത്തു ഓക്കെ, പാത്തു സൂപ്പറല്ലേ? ഓക്കെ, സെൽഫി എടുക്കാം. ഇനി എന്നിട്ട് സെൽഫി എടുത്തിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് നോക്കാം. കൊള്ളാം കേട്ടാ, അത്യാവശ്യം അടിപൊളി നല്ല ഒരു പ്ലേസ് ആയിട്ടുണ്ട് കേട്ടാ. ഇവിടെ കാടും മലയും ഇവിടെയൊക്കെ എന്തൊക്കെ അവിടെ എന്തോ ഒന്നുണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലും ഉള്ളതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത്യാവശ്യം കൊള്ളാം. അടുത്ത പെട്രോൾ പമ്പിൽ നിർത്തണോ? എന്തിനാ പാത്തു? അയ്യോ, നശിപ്പിച്ച് മുദ്ര വെച്ച് അടുത്ത പെട്രോൾ പമ്പിൽ നിർത്തണമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ കയറിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് പോവാം. സ്പേസ് മാറി ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടായി. പാത്തു ഇവിടെ കയറി. പാത്തു ഇനി ബാക്കിലുള്ള എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് എനിക്ക് സംശയം. അതാണ് എനിക്ക് സംശയം. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. പാത്തു എന്താ പാത്തു, എങ്ങനെയുണ്ട്? ഇന്നലെ ഇവിടെ കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട്? നീ അവിടെ വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ? അവിടെ എന്താ ഉള്ളത് കൂടുതലും? നീ ബീച്ചിന്റെ കാര്യം പറഞ്ഞു. നാട്ടിലുള്ള എന്തിനാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. ക്ലിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല പോയിട്ടില്ല, പിന്നെ എങ്ങനെ ക്ലിഫ് എന്ന്? എന്റെ മോൻ നോക്കിയാണ്. എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിക്കില്ല. ആലപ്പുഴ ഒരു ബീച്ച് ഉണ്ട്, ആ ഒരു ബീച്ച് മാത്രം എനിക്കറിയാം. ആലപ്പുഴ ബീച്ച്, ആ ബീച്ചിന്റെ പേര് പോലും എനിക്കറിയത്തില്ല. ആലപ്പുഴ ബീച്ച് അത് തന്നെ നമ്മുടെ ബീച്ചിന്റെ പേര് ആലപ്പുഴ ബീച്ച് അല്ലേ പാത്തു? അയ്യോ എൻ്റെ പൊന്നെ, വേറെ എന്ത് നമ്മളടുത്ത് ചോദിക്കാനാ? ആ നാത്തു മുട്ടായിന്ന് പാത്തു കൊച്ചിനെ ബേക്കി കയറ്റി. അയ്യോ, ഇനിയിപ്പോൾ എൻ്റെ കാര്യം അയ്യോ ഞാൻ പെട്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാത്തു കൊച്ചിനെ ബേക്കി കയറ്റിയതോട്ട് ഞാൻ പെട്ട്. ഇല്ലേ പാത്തു കൊച്ചേ? അതാണ് പാത്തു കൊച്ചിന് ഒന്നും മിണ്ടാനും വയ്യ, ഒന്നും ചെയ്യാനും വയ്യ. ഇതിങ്ങനെ ഇരുന്നാൽ മാത്രമേ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. അതാവും പാത്തു കൊച്ചൊന്നും മിണ്ടത്തില്ലല്ലേ. നാത്തിനെ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് എല്ലാം നടക്കുന്നുണ്ടോ നോക്കട്ടെ. അത് പിന്നെ അങ്ങനെ നോക്കൊക്കെ നടക്കത്തുള്ളൂ കേട്ടാ. അയ്യോ ഇങ്ങനെ വിതുമ്പി നാത്തിന് അവിടെ ഗ്ലാസ് ഒക്കെ എടുത്ത് തീർത്ത് വെച്ച് കണ്ണാടി കൂടെ കാണാലോ, 2 കണ്ണ് കാണാലോ. എഞ്ചിൻ ഓയിൽ അടിച്ചോ, കുഴപ്പമില്ല. അങ്ങനെ എണ്ണ അടിച്ച് പമ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. എണ്ണ അടിച്ച് പമ്പിൽ നിന്ന് ഇറങ്ങി പോയാ. ഇനി ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലാ ഇനി എന്തരില്ല? സ്റ്റോറേജ് കംപ്ലീറ്റ് ആയാ? ഓക്കെ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള റോഡുകളെല്ലാം നല്ലോണം പണിഞ്ഞിട്ടുണ്ട് കേട്ടാ. റോഡുകളെല്ലാം നീറ്റ് ആക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇന്ന് വരാം. നല്ല റോഡുകളാണ്, കൊള്ളാം കേട്ടാ റോഡുകളെല്ലാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിപൊളി റോഡ് മാറി കേട്ടാ. വീണ്ടും കച്ചട റോഡായി. എല്ലാവരും വരുന്നവർ നോക്കിക്കിട്ട് വരണേ കേട്ടാ. അപ്പോൾ
ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വീട്ടിൽ കച്ചറ റോഡ് വന്നു. കുറച്ച് നേരം മാത്രമല്ല ഏട്ടാ നല്ല റോഡ്. അത് കഴിയുമ്പോൾ ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നേരെ പോയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. 4 പേര്. അപ്പം 4 പേർക്ക് വണ്ടിക്കും കൂടെ ആയിട്ട് 200 രൂപ. അപ്പം അത് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? കൊള്ളാം. എന്തു കൊള്ളാം? വണ്ടി താണ്ട് ഇവിടുന്ന് നമുക്ക് ഇനിയിപ്പോൾ വണ്ടി എടുത്ത് നേരെ പോകാം. കയറിക്കോ വണ്ടി കയറിക്കോ. ഇങ്ങനെ അങ്ങ് പോവാം. മുടി കണ്ടില്ല എന്നൊന്നും പറയല്ലേ. മഞ്ഞ് നീ ഇപ്പോൾ കണ്ടില്ലെന്ന് പറയാം. നമുക്ക് പൊന്മുടി കണ്ടില്ലെന്ന് പറയല്ലേ. നേരെ അപ്പോഴത്തേക്ക് നേരെ കയറിപ്പോ. വണ്ടിയെല്ലാം ചെക്ക് ചെയ്തായിരുന്നു ചേട്ടാ. വണ്ടിയിലൊക്കെ മറ്റേ ഇതുണ്ടായിരുന്നു. വണ്ടിയിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത്, പ്ലാസ്റ്റിക് ഒന്നും ഇല്ല എന്നുള്ള. വണ്ടിയുടെ അകത്തോട്ട് നോക്കുന്ന കണ്ടില്ലേ നീ? വണ്ടിയുടെ അവര് വന്ന് വണ്ടിയുടെ അകത്തെല്ലാം നോക്കിയായിരുന്നു. ഇതൊക്കെ നടന്നിവിടെ. നിങ്ങളിവിടെ എന്താ ഇതിനകത്തിരിപ്പോ? നിങ്ങൾക്ക് എന്താ അറിയാ? ഒന്നും നോക്കിയതുമില്ല, ഒന്നുമില്ല. അപ്പൊ ആ പുറകിലല്ല നോക്കി, ഫ്രണ്ടിലേ നോക്കിയായിരുന്നു. നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വല്ല ഇത് ഉണ്ടോന്നുള്ളൊരു കാര്യം നോക്കിയായിരുന്നു. എത്രയാണ് ചേച്ചി? പഴംപൊരി എത്രണ്ണം? 1 ഓക്കെ. ഒരു പഴംപൊരി. മാങ്ങ. അയ്യോ, മാങ്ങ കിട്ടിയപ്പോ കൊച്ചിന്റെ മുഖം അങ്ങ് മാറി. എങ്ങനെയാ പാത്തു? മാങ്ങ എന്നെ ഇവിടുത്തെ മുഖയെ മാറി കൊച്ചിന്റെ. മാങ്ങയുടെ ടേസ്റ്റ് ചോദിക്കോ? കൊള്ളാം കേട്ടാ. മറ്റേ ചെറിയൊരു തട്ടുകട കിട്ടി. അവിടുന്ന് മാങ്ങ മേടിക്കാന്ന് വിചാരിച്ച്. പിന്നെ അതിന് ശേഷം കൊള്ളാം കേട്ടോ. അടിപൊളി. കൊള്ളാല്ലേ? നേച്ചർ ഫ്രണ്ട്ലി. വേറെ വണ്ടിയൊക്കെ പോകുന്നു. വണ്ടികൾ ഓടുന്ന് കയറി വരുന്നു. ഹോൺ ഓടിച്ച് കയറി വരുന്നു. താഴോട്ടൊക്കെ എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ വെറും കാടുകളാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇത് തേയിലയുടെയാണെന്ന് തോന്നുന്നു. ചേർപ്പിനെ കയറി ഇനിയിപ്പോൾ മുകളിലോട്ട് പോകണം. ഈ മുകളിലോട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോകും. ഞാനത് ഫസ്റ്റ് ടൈം കേട്ടോ, അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് പറയാം. വണ്ടി നോക്കണം. അവിടുത്തെ ഹെയർ പിൻ വളഞ്ഞ് വണ്ടി നോക്കണം. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പാത്തുമ്മ? സൂപ്പറായിട്ടുണ്ടാ? എങ്ങനെയുണ്ട്? നമുക്കൊന്ന് കറങ്ങാം. വാ സൂപ്പറല്ലേ? അടിപൊളിയാട്ടാ, കൊള്ളാം കേട്ടാ. താഴെ ഹെയർ പിന്നാണ് കേട്ടോ, വണ്ടി വളഞ്ഞ് കയറി വരുന്ന ഹെയർ പിന്നാണ് താഴ്ന്ന്. പക്ഷെ നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. ആംബിയൻസും അടിപൊളിയായിട്ടുണ്ട്. നല്ല കാറ്റ് ഓടിക്കുന്നുണ്ട്. നല്ല കൃത്യം അടിപൊളി തന്നെ കേട്ടോ. നല്ല രസമുണ്ട്. എന്നാ ഇതിവിടെ കയറി ഒളിച്ചാ എന്തിരിയാൻ പോണ്? എന്ത് ചെയ്യുന്നു? അയ്യോ, നാണം വരുന്നു കൊച്ചിന്. നാൻ വരുന്നു. അവിടെ ഐലീനറൊക്കെ ഇട്ട് കരിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നെ, ഐലീനർ വേണ്ടേ? ഞാൻ ഇപ്പം കാണിച്ചതാ കേട്ടോ എന്തര പരിപാടിയെന്ന്. 2 എണ്ണം അവിടെ ഇരുന്ന് എന്തര പരിപാടി ഇവിടെ? കണ്ണെഴുതുന്ന. ഓ, കണ്ണൊക്കെ കുത്തിപ്പോൾ പൊളിക്കും. ഇങ്ങനെയൊക്കെയാണോ കരി എഴുതുന്നത് കണ്ണിൽ? ഇതാണ് ഭയങ്കരമായിട്ടാണല്ലേ കരി എഴുതാക്കാം. എങ്ങനെയുണ്ട്? എഴുതിക്കോ, എഴുതിക്കോ. നോക്കട്ടെ, കൊള്ളാവോ നോക്കട്ടെ. എഴുതുന്ന കൊള്ളാവോ? എന്നിട്ട് ഇങ്ങോട്ട് നേരെ നോക്കിയേ, എഴുതി കഴിഞ്ഞിട്ട്. കൊള്ളാവോ? സൂപ്പറായിട്ടുണ്ടാ? നീ തന്നെ ഒറ്റയ്ക്കിരുന്ന് പറയും. ഞാൻ പറയത്തില്ല സൂപ്പറായിട്ടുണ്ടോ, നിങ്ങൾ പറയോ സൂപ്പറായിട്ടുണ്ടെന്ന്. ഇറങ്ങി തിരിഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തി. നമ്മുടെ ബില്ല് കാണിക്കാനുള്ള സമയമായി. ബില്ല് കൊടുത്ത് ആൾ വന്നു. ചെക്കിങ് ഓക്കെ. അവിടെ 4 പേർ. ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് നമ്മുടെ ചെക്ക് പോസ്റ്റ് താണ്ട ഏറ്റവും ടോപ്പിലത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇതാ കയറി മുകളിലോട്ട് പോകണം. ഇന്ന് മുകളിലോട്ട് പോയതിനു ശേഷം നോക്കാം. പോയാൽ മതിയേ, പിടിച്ചോടെ. തണുത്ത കാറ്റ്. നമുക്ക് പാറിന്റെ മണ്ടയ്ക്കൊക്കെ കയറാലോ. വണ്ടി ഇവിടം വരെ വരൂ. അപ്പൊ കറക്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ റീച്ച് ചെയ്തിട്ടുണ്ട്. പാത്തു പൊന്മുടി എത്തി. വേണ്ട, ഇവിടെ കറക്റ്റ് ആണ് വണ്ടികളൊക്കെ.
അടിപൊളി ഒരു രക്ഷയില്ല. വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നു. അവിടെ കയറ്റിടാൻ വണ്ടി. അപ്പോൾ അവിടെ കയറ്റി വണ്ടി ഇട്ടിട്ട് പുറത്തോട്ടിറങ്ങാം. ഇല്ലി പാത്തു വണ്ടി വന്ന് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടി ഇറങ്ങിയിട്ട് നോക്കാലോ. എന്താ പോന്നേ ഇറങ്ങിയപ്പോഴേ പാറാൻ ഏട്ടാ കണ്ട മാലിന്യം ഇടലെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലേട്ടാ. അടിപൊളി തണുപ്പ് തന്നെ. നല്ല തണുപ്പുണ്ട് കേട്ടാ. വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ നല്ല അടിപൊളി തണുപ്പ് തന്നെ. ഇട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എങ്ങോട്ട് പോവാ? നമുക്ക് എന്തായാലും അങ്ങോട്ട് വന്നാൽ ഒരു ആടൊക്കെ ഉണ്ട് കേട്ടോ. ആടിനെ അതിൻ്റെ മണ്ടേ കയറ്റി നിർത്തിയേക്ക് പോലെ അതിൻ്റെ മണ്ടേ പോയാലാടാ നമുക്ക്. അതിൻ്റെ മണ്ടേ പോയാലാ പാത്തു അതിൻ്റെ മണ്ടേ പോയാലാ ആ ഡെസ്റ്റിനേഷൻ. ഇതുവഴി ഇങ്ങനെ നടന്ന് പോകണം അവിടം വരെ. അതിൻ്റെ ടോപ്പിൽ പോയി നിന്നിട്ട് ബാക്കിയുള്ള നോക്ക്. അതുകൊണ്ടാ അതിൻ്റെ ടോപ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം വ്യൂ. ഒരു രസമല്ലേ? നമുക്ക് നടന്നിട്ട് വരാം. അടിപൊളിയില്ലേ? ആ ലൈന് മണ്ടേ പോലെ നമുക്ക് ആദ്യം അവിടെ പോവാം. പിന്നെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. ബാ കുഴപ്പമില്ലെന്ന് നിന്നെ കൊണ്ട് ഞാൻ നടത്തിക്കാം. നിന്നെ പിടിച്ചുകൊണ്ട് പോയി ഞാൻ. അല്ലാന്നുണ്ടെങ്കിൽ നടത്തിക്കാനായിട്ട് അടിപൊളിയായിട്ട് എന്നെ കൊണ്ട് പറ്റുമല്ല. നീ പേടിക്കണ്ടെന്നേ, ബേജാറടിക്കണ്ട. ഞാൻ അവിടെ കൂടിയത് വേക്കില് ഞാൻ അവിടെ കൂടിയത് അത്രയ്ക്കായാന്ന്. എന്നെ ഇവിടെ പിടിപ്പെടുത്തി ഞാൻ അവിടെ കൂടിയെന്ന്. കൊള്ളാൻ കേട്ടാ നീ നല്ല വെച്ച്. വെയില് വേണ്ടേ പിന്നെ. കോട കാണാൻ വന്നതാ കേട്ടാ. എന്തരാ പാത്തു? കോട കാണാൻ വന്ന ആൾക്ക് നല്ല അടിപൊളി വെയിൽ കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം ഇന്ന് ഞാൻ ശനിയാഴ്ചയാണ്, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ കാണാനും നല്ല ആംബിയൻസ് ഉണ്ട്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ മണ്ടേ കയറി പോയി അതാണ് അവിടെ ഇതേപോലെ തന്നെ ഫുള്ള് എല്ലാം കൂടെ അവിടെ അടിയുമ്പോളോ തുടങ്ങി കേട്ടാ. ചോദിച്ച് മേടിക്കുന്നില്ലേ ഇതെന്തരാണ്? അവൻ എന്തായാലും ഓടി രക്ഷപ്പെടും. നിങ്ങൾ രണ്ടാണോ ഓടാൻ പറ്റാതെ കേട്ടാ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടാ കയറിപ്പോയി കാണാനായിട്ട്. ഓ അടിപൊളി. എങ്ങനെയുണ്ട് പാത്തു? അവിടെ നോക്കേ. ഓ ഒരു രക്ഷയില്ലേട്ടാ. മലയുടെ മണ്ടയിലാണ് നേരെ നിൽക്കുന്ന. മലയുടെ മണ്ടയ്ക്ക് പൊന്മുടിയിൽ അവിടെ പയ്യന്മാരൊക്കെ അവിടെ കിടന്ന് അങ്ങോട്ട് പോയിട്ട് ഓട്ടം തന്നെ കേട്ടാ. കളഞ്ഞേട്ടാ നമ്മളെ കളഞ്ഞിട്ട് അവരിത് അങ്ങെത്തി അവിടം വരെത്തി. അതിൻ്റെ മുകളിൽ കയറാന്ന് പറഞ്ഞോണ്ട് നമ്മളിവിടെ കളഞ്ഞേട്ടാ. ആഴ്ച ഒരു പരിവായി. എങ്ങനെയുണ്ട് പാത്തു? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇവിടെയൊക്കെ എൻ്റെ പേര് കുറേ പേര് വിളിക്കുന്നുണ്ട് കേട്ടാ. നൗഫലാ നടന്ന് വിളിക്കുന്നുണ്ട്. ആരെയൊക്കെയാണ് വിളിക്കുന്നുള്ള കാര്യം വിളിക്കുന്നത്. എന്തായാലും അതിൻ്റെ മണ്ട കയറിയിട്ടേ ബാക്കിയുള്ള കാര്യമുള്ളൂ. എന്തായാലും കയറും ഉറപ്പിച്ച്. വലിയ പാത്തു എന്തായാലും കയറണം. അതിനവിടെ ഇരിപ്പായി കേട്ടാ. അതിനെ കൊണ്ട് പറ്റുന്നില്ലാന്ന്. കയറും. പിന്നെ ചോദിച്ചു കൂടെ നടന്ന് അവൻ്റെ ഇതേ പാൻറ് പോലും നേരം അവൻ ഇടാൻ സമ്മതിക്കും. വേണ്ട, അതാണ് കൂടെ നടന്നത്. എന്താണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? അവൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇവിടെ പാറക്കെട്ടിലൂടെ കല്ലിലും മണ്ണിലും പാറയുടെ കൂട്ടത്തിൻ്റെ ഇടയിലും കൂടെ ദാണ്ട് രണ്ടെണ്ണോടെ കയറുവാ. മുകളിൽ വരെ പോണമെന്നല്ലേ പറഞ്ഞ കയറി എന്നതോ അവിടെ നിന്നാണ് നമ്മൾ വന്നത് കേട്ടാ. ഇത് കാണാനായിട്ട് ഇവിടം വരെ എത്തിയതേ ഉള്ളു കേട്ടാ. രണ്ടെണ്ണം അണച്ചി. അതിന് മുമ്പ് രണ്ടെണ്ണം അണച്ചി. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കയറിപ്പോകാനായിട്ട് വേണ്ട ഒരു പാട് വരും. നോക്കിയാണ് ചെറുക്കൻ കയറി പോകണണ്ടാ. വേണ്ട, നമ്മൾ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നല്ല മല കയറി പഠിക്കണം. പറക്കിട്ടും കല്ല് നല്ല രസമുണ്ട് കേട്ടാ. രണ്ടുപേര് കയറി വരുന്നവരും കുഴപ്പമില്ല കേട്ടാ. നല്ല തണുപ്പുണ്ട്, നല്ല ആംബിയൻസ് അല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം വരുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. ഫീലായിട്ടുണ്ട്. രണ്ടുപേരും ഇവിടെ കയറി ഇടക്കൂടെ കയറി എന്നാണ് കയറി തീരുവോ? മുകളിലൊക്കെ ഒന്നും കാണാം. നമുക്ക് മുകളിൽ കയറി പോയാലേ. നമുക്ക് ഓടി കയറി പോവാം. രണ്ടിടത്തിനെ കൂടെ അവിടെ കളഞ്ഞു. അവിടെ കളഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മുകളിലൊരു എത്തത്തില്ല. 4 കാല് വെച്ചപ്പോഴേ നമ്മൾ മുകളിലെത്തിയടേ. അവരിപ്പോഴും താഴത്ത് നിൽക്കുക. രണ്ടെണ്ണം അതുകൊണ്ട് അവിടെ നിൽക്കുന്നേ ഉള്ളു. ഇത് എപ്പോൾ കയറി
കയറാനെ അവിടുന്ന് ഇവിടം വരെ കഷ്ടപ്പെട്ട് കയറി വന്ന കാടും പടലും വെച്ച് അടച്ചു വെച്ചേക്കുന്ന പത്തു ഇത് ഇവിടം വരെ കയറി വന്നിട്ട് അതിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയായി. പറയൂ എല്ലാം പോയി ചേട്ടാ. കൊള്ളാം, അടിപൊളി, നല്ല തണുപ്പുണ്ട് കേട്ടാ. അത്യാവശ്യം എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പൊന്നെ കുരുത്തക്കേട് കാണിക്കാൻ പറഞ്ഞു കൊടുക്ക. നോക്കിയാ കുരുത്തക്കേട് കാണിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു. അതാടാ പിച്ച് എടുക്കുന്ന നീ. വീടരുത് വീടരുത്. എന്റെ സൈഡിൽ കൂടെ പല്ലുവേനുണ്ടാ നോക്കണം. ഓ ഇതേണ്ട വേറെ യജ്ഞ സ്ഥലം കിട്ടിയില്ല കേട്ടാ കോട വയ്ക്കാനായിട്ട്. അടേ നിങ്ങൾ എന്തിനാ കാണിച്ച വേറെ സ്ഥലം കിട്ടിയില്ല. എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചേക്കുന്നു. കൊള്ളാം, നല്ല വെമ്പുള്ളരി. കോടയെടുത്ത് കയ്യിൽ തരട്ടുള്ള ഇനി എടുത്ത് പോക്കറ്റ് വെച്ചേക്കുന്നു. എന്റെ ഇനിയിപ്പോ എങ്ങോട്ടാ പോന്നെ? നമുക്കിതുവഴി പോവാം. എന്നാ അതുവഴി പോകണം. അവൻ അങ്ങോട്ടോ പോയി. എങ്ങനെയുണ്ട് പാട്ട്? നീ പൊടി നീ അടുത്തതിനും കൂടെ നീ അതും കൂടെ ഒന്ന് വെക്കാനായിട്ട്. നീ അടുത്ത പോക്കറ്റ് കൂടെ ചെയ്ത് ഫില്ലായി കൊണ്ടുനടക്കാം. അതുകൊണ്ട് ഒരെണ്ണം അവിടെ കൊണ്ടുവന്ന് എന്റെ കൊണ്ടുവന്ന് തോന്നിരിക്കുന്നു. അതെന്താ ഈ പോക്കറ്റ് സൈഡിലത്തെ പോക്കറ്റ് ഇതും കൂടെ ഉള്ളൊന്ന് കുത്തിക്കേറ്റേ. കേറുന്നില്ലെന്നേ. ഇങ്ങോട്ട് പിന്നെ മഴ പെയ്താലോ? ഇങ്ങോട്ട് ഇന്നിപ്പോ കൊടയ്ക്ക് വേറെ ഇങ്ങോട്ട് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വേണ്ട പണ്ട് ഒടുക്കത്തെ കാറ്റ് തന്നെ കേട്ടാ. പിള്ളേരെല്ലാം പറഞ്ഞോളൂ, ഞാൻ പൊതിഞ്ഞു പിടിക്കുന്നു. ഉള്ള എല്ലാം പറന്നു പോവാ. ഒരാളവിടെ കരുത്ത് പറന്നു പോവാടാ. അതിനകത്ത് അതുകൊണ്ടാണ് അവിടെ കയറിയിരിക്കുന്ന. അല്ല ഞാൻ നേരട്ടെ, നീ ഇവിടെ ഇറങ്ങുന്നില്ലേ? അവിടെ കാറ്റത്ത് പറന്നു പോകുന്നു നോക്കട്ട്. അല്ല എനിക്കതുണ്ട്, ഞാൻ കുറച്ചു നേരം അത്യാവശ്യം പിടിച്ചിരിക്കുന്ന നീ പറന്നു പോകാതിരിക്കേ. ഇവിടെ രണ്ടെണ്ണം കൂടെ മാറി തിരിഞ്ഞ് നമ്മളെക്കാട്ട് കൂടുതൽ നിങ്ങളാണോ പറന്നു പോണാ? നിങ്ങളെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. തീർന്ന് ഒരാവശ്യമില്ലായിരുന്നു. വടി കൊടുത്ത് അടി വാങ്ങിച്ചാണ് കൈക്ക്. ഇപ്പൊ എന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് നിങ്ങളെങ്ങനെ പറയണേ ഒന്ന് കേട്ടാ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കുവാണ്. അപ്പോഴത്തേക്ക് കൊള്ളാമെന്ന് നിങ്ങൾ പറയണേ കേട്ടാ. ഓ എന്റെ പൊന്നെ, ഇതാരാ വരുന്നത്? പുതിയ അരുനാരൻ. ഞാൻ ഓടിക്കയറി പോണം. ഓ ഞാൻ വരുന്നില്ല, ഞാൻ അവിടെ ഇരുന്നെന്ന്. വരുന്നില്ലേ? ഇന്നിപ്പോ ഞാൻ വരണോ? ഇങ്ങനെ വിളിക്കുന്നു, മാടി വിളിക്കുന്നു. സൈഡിൽ കൂടെ വാ. ഞാൻ കേറും. താഴെ കിടക്കരുത്. കേറ്, മേലോട്ട് പോട്ട്. പോക്കാ ഞാൻ ഇതിനെ കൊണ്ടുവരാം. ഇനിയിപ്പോ ഞാൻ ഇതിനെ കൊണ്ടുവന്നേ പറ്റൂ. അല്ലാതെ ഇനിയിപ്പോ എന്താ ഓപ്ഷൻ? ഇതുവഴി പോടാ. അതുവഴി ഇതിനെ കൂടെ തന്നെ പോണോ? ആ കാലും വെച്ചോണ്ട് സമ്മതിക്കൂല. ആ കാലും വെച്ചോണ്ട് ഇതുവഴി തന്നെ പോണെന്ന് പറഞ്ഞിട്ട് കയറി പോണ്. അയ്യോ ചവിട്ടാൻ പോലും വയ്യ. എന്നാലും അങ്ങനെ കയറി പോത്തുള്ളു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മുകളിലോട്ട് വണ്ടി തോടെ കിടക്കണം. ഇവിടുന്ന് വണ്ടി എത്തത്തില്ലേ? ഓക്കെ, ഇനി മേളിലോട്ട് കയറി പോവാം. നമുക്ക് മോളിൽ കയറിപ്പോയി അവിടെ എന്തായിരുന്നു നോക്കിയിട്ട് താഴോട്ട് വരാം. രണ്ടുപേരും കൂടെ അവിടെ ഞാൻ ഓടി രക്ഷപ്പെടാനാ. അവനെ പിടിച്ചു നിർത്തുവാണോ നിങ്ങള്? കയറിപ്പോ. രണ്ടുപേരോട് അപ്പുറം. അത് കൊള്ളാം. രണ്ടുപേരും 2 വശത്തെ
രണ്ടുപേരും കൂടെ വലിച്ചോണ്ട് പോവാ. ഞാൻ താണ്ട ഇവിടെ താണ്ട അതാണ്. നമ്മൾ രണ്ട് താണ്ട നമ്മളിവിടെ മാന്യമായിട്ട് നമ്മൾ രണ്ടും കൂടെ മല കയറി മലയുടെ മുകളിൽ മാമല മുകളിൽ എത്താറായി. നല്ല ബഹുണ്ട് കേട്ടാ. ആയി വാ, അടിപൊളി. എവിടെയൊക്കെ നിലവിളി കേൾക്കുന്നു, ആരൊക്കെ നിലവിളി സൗണ്ട് ഇട്ടേക്കുന്നു പാത്തു. അടുത്ത കാറ്റുള്ള വൈബുള്ള സ്ഥലം, രക്ഷയില്ല. നടക്കുന്ന കാര്യമാണ് പാട്, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ അതാണ് കാറിൻ്റെ മണ്ടേരെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കായിരുന്നു. എൻ്റെ പൊന്നെ, അഗാധമായിട്ടുള്ള കുഴി, അഗാധമായിട്ടുള്ള കുഴി. ഇല്ല അവിടെ റാഫി ക്യാമറമാൻ റാഫിക്കൊപ്പം ഞാനും ഉണ്ട് കേട്ടാ. എടുത്തോട് എല്ലാവരും ഉണ്ടല്ലേ. വാ, നിങ്ങളവിടെ ഇരുന്നോ, നിങ്ങളെ ഞാൻ വിളിക്കാം. ഞാൻ ഇപ്പോൾ ക്യാമറമാൻ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് അതാണ് കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നത്. റാഫി ഇവിടെ റാഫി ക്യാമറമാനായിട്ട് കൂട്ടി കേട്ടാ. ഇവിടെ റാഫി ക്യാമറമാനായിട്ട് കൂട്ടി. നിങ്ങൾ രണ്ടുകൂടെ എന്തുവാ? എന്നിട്ട് ആരെയാ പ്രേമിച്ച? എങ്ങനെ മഞ്ഞ ഇല്ല, അവിടെ കണ്ട ഒരു പുക കണക്ക് എന്തോ ഒരു പുക പറക്കുന്നത്. ഇങ്ങോട്ട് അവിടെ കണ്ടാണ്ട് ആ കാണുന്ന അവിടെ ഒരു എന്തോ ഒരു പുക ഇങ്ങനെ പൊങ്ങി പൊങ്ങി എന്തൊരു ഇങ്ങനെ ആ ഒരു പുക ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നല്ലേ. കറക്റ്റാ. അയ്യോ, അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇപ്പോൾ ഇവിടെ തീരുവാണ്. നമ്മളപ്പോൾ പൊന്മുടിയിൽ നിന്ന് പാത്തു, നൗഫി, ഞാൻ റാഫി. അപ്പോൾ ഓക്കെ, ടാറ്റാ.